ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം, കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ചോദ്യം? കേന്ദ്ര സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? മറൈൻ ഫിഷറീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും വേണ്ട. എവിടെയാണ് മറൈൻ ഫിഷറീസ്? എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കൊച്ചിയിലാണ് മറൈൻ ഫിഷറീസ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, കൊച്ചി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ സുവർണ ചതുഷ്കോണ ഹൈവേ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതെല്ലാമാണ്? സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത് ഏതെല്ലാം ഭാഗങ്ങളെയാണ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏതൊക്കെയാ? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ അല്ലേ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ഇതാണ് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങള്. മറക്കില്ലല്ലോ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് മാത്രം എന്തല്ല? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം അല്ല. ഏതാണത്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ലഡാക്കും സസ്കറും മാത്രം എന്തിന്റെ ഭാഗമല്ല? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവയല്ല. ലഡാക്ക് അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലഡാക്കും സസ്കറും മാത്രമാണ് ഇതില് ശരി ഉത്തരായിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഹിമാലയത്തിന്റെയും അതുപോലെ തന്നെ ഹിമാദ്രിയുടെയും ഭാഗങ്ങളാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്ന ജലസേചന കനാല്? ഇന്ത്യയിലെ ഏറ്റവും വലുത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ളതാണെന്നും കൂടി പറയുമ്പോൾ നമുക്ക് വേഗം ആൻസർ കിട്ടും. ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുടെ പേരിലുള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലായിട്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരം. അടുത്ത ചോദ്യം, വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗത്തെ എന്തു പറയുന്നു? എന്താ പറയുന്നത് ഇതിനെ? വിസ്തൃതമായ ഘട്ടമാണ്. വിസ്തൃതമായ ഭൂവിഭാഗത്തെ എന്താ പറയാ? ത്രികോണാകൃതിയിലാണ് അല്ലേ? എന്താണത്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള്? ഏതാണ് ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഓപ്ഷൻ സി ആണ് തിരുമംഗലം, കൊല്ലം. തിരുമംഗലം, കൊല്ലമാണ് ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. തിരുമംഗലം, കൊല്ലമാണ്, തെറ്റിക്കരുതേ. അടുത്തത്, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം. അപ്പൊ ഡെക്കാൻ പീഠഭൂമി മാത്രമല്ല, എല്ലാ പീഠഭൂമികളും ഉപദ്വീപ് നദികളും സമതല പ്രദേശം എല്ലാം പഠിച്ചോളൂ. ഓക്കെ, എല്ലാ ഭാഗവും നമ്മൾ നന്നായി കവർ ചെയ്യുക. ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും, അതല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും, മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും, ഏത് പാറ്റേണിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ അല്ലേ? ഏതാണ് ആകൃതി? ഓപ്ഷൻ ഡി ആണ് ത്രികോണാകൃതി അല്ലെ? ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ആ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അതാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്?
ഓപ്ഷൻ എ ആണോ, കനോലി ആണോ, പൊന്നാനി ആണോ, പയ്യോളി ആണോ, സുൽത്താൻ കനാൽ ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പൊന്നാനി കായലാണ്. പൊന്നാനി കായലാണ് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ടു കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഏതാണ്? പൊന്നാനി കായൽ. പൊന്നാനി കായലാണ് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ടു കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ഏറ്റവും പ്രായം കൂടിയത്, ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ഏതാണ് ശരി ഉത്തരം? ആരവല്ലിയാണ് അല്ലെ? ആരവല്ലി പർവ്വതനിരകളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയതും ഏറ്റവും പഴക്കമേറിയതുമായിട്ടുള്ള പർവ്വതനിര. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഏതാണ്? ആരവല്ലിയാണ്. ആരവല്ലി പർവ്വതനിരയാണ്. അടുത്ത ചോദ്യം, ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? എത്രയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി? അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏതാണ്? ഇടുക്കിയാണ് അല്ലെ? ഇടുക്കി പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ഥാപിത ശേഷി എത്ര മെഗാവാട്ട് കറണ്ട് ആണ്? എത്രയാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? എത്രയാണ്? 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അത്രയും സ്ഥാപിത ശേഷിയാണ് എന്തിനുള്ളത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ഉള്ളത്. ഇത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ നദിയിലാണ്. പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി പദ്ധതിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണ ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി കൂടിയാണ് ഈ ഒരു പദ്ധതി. ഓക്കെ, ഇടുക്കി പദ്ധതി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന? നാഷണൽ ഹൈവേ 85 ആണ് കേട്ടോ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നാഷണൽ ഹൈവേ NH 85 ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഈ പറയുന്നതിൽ ഏതാണ്? സി ആണോ? ഒന്ന് നേരെ നോക്കി ആൻസർ പറഞ്ഞേ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ആണ് കേട്ടോ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഏതാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. കൊച്ചി 20 പോയിന്റ് ആണ്. കൊച്ചി 20 പോയിന്റ് ആണ് ഇതിലെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഒന്ന് നോക്കൂ, ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കൊച്ചി 20 പോയിന്റ് ആണ്. അടുത്തത്, കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർ ഹൈവേ ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർ ഹൈവേ അല്ലെ? NW നാഷണൽ വാട്ടർ ഹൈവേ അല്ലെ? ഉൾനാടൻ ജലഗതാഗതത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഉൾനാടൻ ജലഗതാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ? കരമാർഗം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഈ ഒരു ജലഗതാഗതമാണ്. അപ്പോ കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർ വേ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് നാഷണൽ വാട്ടർ വേ? ഏതാണ് ശരി ഉത്തരം? 1993 ദേശീയ ജലമാർഗമായി പ്രഖ്യാപിച്ചതാണ് ഏത്? NW3 എന്ന് പറയുന്നത്. അപ്പോ ഏതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർ ഹൈവേ എന്ന് പറയുന്നത്? NW3 ആണ്. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെൽ ഡൺ. ഓക്കെ, ഏതാണ് ശരി ഉത്തരം? NW3 ആണ്. 1993 ഈ ഒരു നാഷണൽ വാട്ടർ ഹൈവേ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന് 168 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു ഹൈവേക്ക്. ഇത് കോട്ടപ്പുറം അതുപോലെ തന്നെ കൊല്ലം തുടങ്ങിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് എന്തിന്റെ ഭാഗമാണ്? വൈക്കം ജലപാതയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വൈക്കം ജലപാതയുടെ ഭാഗമാണ് ഏത്? NW3 നാഷണൽ വാട്ടർ ഹൈവേ 3 എന്ന് പറയുന്നത്. എന്തിന്റെ ഭാഗമാണ്? വൈക്കത്തിന്റെ ഭാഗമാണ്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, ഏതാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം? മൊത്തം എത്ര കായലുകൾ ഉണ്ട് കേരളത്തില്?
എത്രയാണ്? എണ്ണം പറഞ്ഞോളൂ. എത്രയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. എത്ര ഉണ്ട്? 34 കായലുകളാണ് അല്ലെ. ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. 1512 കിലോമീറ്റർ നീളമാണുള്ളത്. വേമ്പനാട്ട് കായൽ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? അഷ്ടമുടി കായലാണ് അല്ലെ. ഇതിലെ 27 കായലുകൾ അഴികളോ പൊഴികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ സമുദ്രത്തില് കടലിൽ പതിക്കുന്ന കായലുകളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, കേരളത്തിൽ എത്ര കായലുകൾ ഉണ്ട്? തെറ്റിക്കില്ലല്ലോ. എത്രയാണ്? 34 എല്ലാവരും ശരി ഉത്തരമാണ് പറഞ്ഞത്. ഓക്കെ, ഗുഡ്. അടുത്ത ചോദ്യം, 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് പുനർജനിച്ചത്? അല്ലെ, 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ നമ്മുടെ അട്ടപ്പാടിയിലെ ഒരു നദി, അത് പുനർജനിച്ചത് ഏത് നദിയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ എന്താ പറയാ, നമ്മൾ എപ്പോഴും ആദരണീയമായി കാണുന്ന പ്രശസ്ത കവയിത്രിയായിട്ടുള്ള സുഗതകുമാരിയാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഇതും കൂടി പറയുമ്പോൾ നമ്മുടെ ആൻസർ പൂർണ്ണമാകും. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, കൊടങ്ങരപ്പള്ളമാണ് അല്ലെ. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയി വീണ്ടും പുനർജനിച്ചു വന്ന ഒരു പുഴയാണ് കൊടങ്ങരപ്പള്ളം. അതെവിടെയാണ്? അത് അട്ടപ്പാടിയിലാണ് ഉള്ളത്. ഓക്കെ, അട്ടപ്പാടിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം, ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? കുറേ പേര് ശരി ഉത്തരമാണ് പറഞ്ഞത്. ഓപ്ഷൻ എ ആണ്, പൂക്കോട്ട് തടാകമാണ്. വയനാട് ജില്ലയിലാണ്. എവിടെയാണ് പൂക്കോട്ട് തടാകം? വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. മേപ്പാടിയുടെ പ്രത്യേകത എന്താണ്? ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ് ഏത്? മേപ്പാടി തടാകം അല്ലെ. ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണുന്ന തടാകമാണ് പൂക്കോട് തടാകം, വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, മേപ്പാടി ഏതാകൃതിയാണ്? മേപ്പാടി ഹൃദയത്തിന്റെ ആകൃതിയില്, ഹൃദയം പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ തടാകമാണ് മേപ്പാടി തടാകം. മറക്കില്ലല്ലോ മേപ്പാടി തടാകം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള, കഴിഞ്ഞ പല പരീക്ഷകൾക്കും ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, ഏതാണ് സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, മണിയാർ ആണ് അല്ലെ. മണിയാർ എവിടെയാണ്? പത്തനംതിട്ടയിൽ. ഓക്കെ, പത്തനംതിട്ടയിലെ മണിയാറാണ് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഉള്ളുങ്കൽ എവിടെയാണ്? ഉള്ളുങ്കലും അതുപോലെ തന്നെ കൂത്തുങ്കലും ചെറുകിട ജലവൈദ്യുത പദ്ധതികളാണ്. അതെവിടെയാണ്? ഉള്ളുങ്കൽ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കൂത്തുങ്കല് ഇടുക്കിയിലുമാണ്. ഉള്ളുങ്കൽ എവിടെയാന്നാ പറഞ്ഞത്? ഉള്ളുങ്കൽ പത്തനംതിട്ടയിലാണ്. കൂത്തുങ്കൽ മാത്രം എവിടെയാണ്? പത്തനംതിട്ടയില്, കൂത്തുങ്കൽ ഇടുക്കിയില്. ഓക്കെ അല്ലേ? അപ്പൊ മണിയാറാണ് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാങ്കുളം എവിടെയാണ്? മാങ്കുളം പദ്ധതിയും ഇടുക്കിയിലാണ്. മാങ്കുളവും ഇടുക്കിയാണ്. ഇവയെല്ലാം തന്നെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത്, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അപ്പൊ ഇതിൽ ഏതാണ്? അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം, രാജസ്ഥാൻ ആണ് അല്ലെ. നോക്കൂ, ഏറ്റവും ദൈർഘ്യമേറിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നത്, ഏറ്റവും ദൈർഘ്യമേറിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നതാണ് ചോദ്യമെങ്കില് എന്താണ് നമ്മുടെ ഉത്തരം? ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് പറയേണ്ടത്? പശ്ചിമ ബംഗാളാണ്. ഓക്കെ, പശ്ചിമ ബംഗാളാണ് ഏറ്റവും ദൈർഘ്യമേറിയ
അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ചോദ്യം എന്താണ്? അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. എന്നാൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? പശ്ചിമ ബംഗാൾ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് വേഗം പറഞ്ഞേ. പ്രസ്താവനകൾ ഒന്ന് ഓട്ടിച്ച് വായിക്കൂ, വേഗം വായിക്കൂ. ഏതാണ് പ്രസ്താവനകൾ? നോക്കൂ. ബൻഹാൾ ചുരം ജമ്മു ശ്രീനഗർ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ബൻഹാള് ശരിയാണ്. ലിപ്ലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. വളരെ ശരിയാണ്. ഷിപ്കില ചുരം ഹിമാചലിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ശരി. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നു. ശരി. ബോർഗട്ട് ചുരം മുംബൈ പൂനെ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. വളരെ ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചുരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഷുവർ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ വൺ വേർഡോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. മനസ്സിലായല്ലോ? ബൻഹാൾ ചുരം ജമ്മു ശ്രീനഗർ, ലിപ്ലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സോജില ചുരം ശ്രീനഗർ കാർഗിൽ, ബോർഗട്ട് ചുരം മുംബൈ പൂനെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പ്രസ്താവനകൾ വിലയിരുത്തുക. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് നോക്കാം അല്ലെ? വേഗം നോക്കൂ ഈ പ്രസ്താവനകള്. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാ തെറ്റ് നമുക്ക് നോക്കാം. ഏതൊക്കെയാ ശരിയുള്ളത്? ഏതാണിത് ശരിയായിട്ട് വരിക? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരിക. 1, 2, 3, 4 എന്നിവ ശരിയാണ്. വിരിപ്പ് ശരത്കാല കൃഷി എന്നറിയപ്പെടുന്നു. ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളയിറക്കുന്നു. ശരി. മുണ്ടകൻ കൃഷി രീതിയാണ് ശീതകാല കൃഷി. അതും ശരിയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മുണ്ടകൻ വിളവെടുക്കുന്നത്. ശരിയാണ്. വേനൽക്കാല കൃഷിയാണ് പുഞ്ച. ശരിയാണ്. പുഞ്ച കൃഷി ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വിള ഇറക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുഞ്ച കൃഷി എന്ത് ചെയ്യും? വിളവെടുക്കുക ചെയ്യുക അല്ലെ? വിള ഇറക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അല്ലെ? ഡിസംബർ ജനുവരി മാസം, അതായത് മലയാള മാസമാണെങ്കിൽ വൃശ്ചികം, ധനു, മകരം ആ ഒരു ടൈമിലാണ് പുഞ്ച കൃഷി വിള ഇറക്കുന്നത്. ഓക്കെ, അപ്പൊ ഏപ്രിൽ മാസമൊക്കെ മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താകും? പുഞ്ച കൃഷിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രസ്താവന മാത്രമാണ് എന്തില് തെറ്റായിട്ടുള്ളത്. ബാക്കി എല്ലാം എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. 2 പ്രസ്താവനകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാ തെറ്റെന്ന് വേഗം പറഞ്ഞേ. ഏതൊക്കെയാണ് ശരി? പാളികളെ കുറിച്ചുള്ള ചോദ്യമാണ് അല്ലെ? അന്തരീക്ഷ പാളികളെ കുറിച്ചുള്ള ചോദ്യമാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന കേട്ടിട്ടില്ലേ? ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ അല്ലെ? ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ നമ്മുടെ ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളാണ് ഈ അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും തണുപ്പുള്ള പാളിയാണ് മിസോസ്ഫിയർ. അതുപോലെ തന്നെ എല്ലാ മേഘങ്ങളും കാണപ്പെടുന്ന പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി? വേഗം ആൻസേഴ്സ് കമന്റ് ചെയ്യൂ. ഏതാണ് ശരി? 1ഉം 2ഉം ശരിയാണ്. അതെ, കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എയും 1ഉം 2ഉം ശരിയാണ്. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ട്രോപ്പോസ്ഫിയറിന് മധ്യരേഖാ പ്രദേശത്ത് ഏകദേശം 18 കിലോമീറ്റർ വരെ ഉയരമുണ്ട്. ശരിയാണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. അതും ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ജെറ്റ് പ്രവാഹങ്ങൾ കടന്നു പോണ്. ജെറ്റ് അല്ല കേട്ടോ, ജെറ്റ് ആണേ. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ആണേ, ക്ഷമിക്കണേ. ജെറ്റ് പ്രവാഹങ്ങൾ കടന്നു പോകുന്ന അന്തരീക്ഷത്തിലെ സംക്രമണ മേഖല ഏതാണ്? ഇതും ഈ അന്തരീക്ഷ പാളികളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്ന പാളി ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണിത് പറയണത്? ഒരു പാളിയുടെ മുകളിലുള്ള ഭാഗമാണ്. ഏതാണത്?
ഓപ്ഷൻ ബി ആണ്, ട്രോപ്പോപാസ് ആണ്. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സീമ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഇതിന്റെ വ്യാപ്തി 5 കിലോമീറ്റർ ആണ്. ഇതിന്റെ വ്യാപ്തി ട്രോപ്പോപാസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. ജെറ്റ് വിമാനങ്ങൾ പോകുന്നത് ഈ ട്രോപ്പോപാസിലൂടെയാണ്. ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സീമ മേഖലയാണ് ഈ ഒരു ട്രോപ്പോപാസ് എന്ന് പറയുന്നത്.